ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് മൺട്രോത്തുരത്തിൽ എത്തിയിരിക്കുക. എന്തിനെത്തിയിരിക്കുന്നത്? ബോട്ടിങ്. രണ്ടെണ്ണം പേടിച്ച് കുറച്ച് നിൽക്കാവാ, കാരണം ഇവർ രണ്ടുപേരും കയ്യിലല്ലേ, അതുകൊണ്ടാണ് നമുക്ക് പേടി. പിന്നെ പണ്ടേ നീന്തൽ പക്ഷെ ഇതിന് നിറയെ വെള്ളം ഉണ്ട്. പിന്നെ കായലിൽ വെള്ളം കാണത്തില്ലേ? ഇതെന്ത് പറയുന്നത്? പക്ഷെ ഇപ്പുറത്ത് കുറവ് പോലെ, പക്ഷെ ഇപ്പുറത്ത് കണ്ടോ നല്ലതുണ്ട്. എടി പൊട്ടി, അതാണ് ഈ കായൽ ഇതാണെങ്കിൽ അതിന്റെ ബാക്കി. പിന്നെ വെള്ളം പേടിയേയില്ല. നമ്മളെ അഷ്ടമടിക്കായലാണ്. അയ്യോ, മൈക്ക് വണ്ടിക്കകത്തായി പോയി. അത് കുഴപ്പമില്ല, ഞാൻ മൈക്ക് എടുത്തില്ല നിങ്ങളോടേക്ക്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ ഡോറയ്ക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോറ ഇവിടെ ഇരുത്തി. നമ്മൾ സ്റ്റൂൾ ഒപ്പിച്ചിരുത്തി. ഇനി ഡോറ ചേച്ചിക്ക് എന്തിനു വേണം? കായല് വേണം. എടുത്തിട്ടോ കായലെടുത്തിട്ടോ. ആര്യ നെഞ്ചിടിപ്പോടെ ഇരിക്കുക. ആര്യാണെങ്കിൽ ആര് പറഞ്ഞു വാഗമണി വന്നപ്പോ ഇതുപോലെ വള്ളത്തിൽ കയറ്റും പറഞ്ഞപ്പോൾ പേടിച്ച് നല്ല പേടിച്ച് കരഞ്ഞ ആളാ. അപ്പൊ നമ്മള് ബോട്ടിങ്ങിന് അല്ല പെഡൽ ബോട്ടിൽ പോകാനായിട്ട് പോവാണ്. സത്യം പറഞ്ഞു പേടിയാണ്. അടുത്ത ബിനോയ് ചേട്ടൻ അവാർഡ് വലിയ മാലയ്ക്ക്. എനിക്ക് ഡോറേനെ കയറ്റാൻ പറ്റുമെന്നുള്ളത് പേടിയുള്ളൂ. വീട് 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 ആര്യ വീഡിയോ എടുക്കും. ഇവിടെ എടുക്കുന്ന എനിക്ക് അങ്ങനെ അത് വേണ്ട. എനിക്കിനി പേടി. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ ബോട്ടിങ്ങിൽ കയറി ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരുന്നത്. ആര്യ ഞങ്ങൾ പേടിച്ച് പോകണ്ട. ആര്യ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം കേറിയപ്പം നമുക്കൊരു ടെൻഷൻ ആയിരുന്നു. ഡ്രസ്സുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഓട്ടിക്കാണ്. നല്ല ഡ്രസ്സുണ്ട് ഇരിക്കാനായിട്ട്. ഞാനിപ്പം നമ്മളെന്നാ ലാസ്റ്റ് അറിയിച്ചാൽ വാഗമൺ പോയപ്പോഴല്ലേ. നല്ല ഡ്രസ്സുണ്ട്. പുറത്തോട്ട് കാണിക്കാം. ദാണ്ടെ നമ്മുടെ രണ്ട് പടക്കുതിരകൾ നയിക്കുന്ന 35 കഴിഞ്ഞു. അതിൻ്റെ മുട്ടുവേദനയാ. ദാണ്ടെ നല്ല ഡ്രസ്സുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല വെള്ളമുണ്ട്. ഇതുണ്ട്, നിറയെ വെള്ളമുണ്ട്. എന്തോ ഡാഡി ഇത് അവൻ ചവിട്ടുന്നില്ലല്ലോ. നേരത്തെ പോലെ അറിഞ്ഞ എനിക്ക് ഇത്ര ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതല്ല, ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ നിന്നോണ്ട് ഫോട്ടോ ഇയാൾ എന്തായാലും ഉണ്ടാക്കട്ടെ. ഇപ്പൊ കണ്ടൽക്കാടുകളുടെ നടുവിലൂടെ ഒരു ചവിട്ടുന്നില്ലേ? ഞാൻ മാത്രം ചവിട്ടിയാൽ മതിയാ? നല്ല രസം. അയ്യോ, എന്താ വെള്ളം വാങ്ങിക്കേണ്ടി വരുന്നത്? അയ്യോ, ദാഹിക്കുന്ന ഭയങ്കരമായിട്ട്. ഇനിയുണ്ടോ ഇച്ചായ? കിടക്കുക. അതല്ല, ഇനി ഇതിന്റെ ഇടയ്ക്ക് കൂടെ കയറി വരാനോ? അപ്പതാ ഗൈസ്, നമ്മള് കണ്ടൽക്കാടുകളുടെ നടുവിലൂടെ ഒരു യാത്ര അല്ലിച്ചായ. ഇതേ നോക്ക് ഗൈസ്, നല്ല അടുത്ത് നിൽക്കുന്നു കണ്ടൽക്കാട്. അതാണ്ട് വള്ളമൊക്കെ കിടപ്പുണ്ട്. ഏ ആ ദാണ്ട അവിടെ വെട്ടി. എങ്ങോട്ട്
പോവാന്? എങ്ങോട്ടാ? മായവി നേരെ ഇരിക്കടാ. ഗൈസ്, നിങ്ങൾ കണ്ട അഹങ്കാരം കാണിക്കുന്ന മായാവിനെ? ഇപ്പോൾ കറക്റ്റ് കണ്ടൽക്കാടുകളുടെ കണ്ട ഗുഹ പോലെ കണ്ട ഗൈസ്, നല്ല രസമില്ലേ? എൻ്റെ കൂട്ടുകാരെ തുഴഞ്ഞ് 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 തളർന്ന് ഞാനാണ് ചവിട്ടിയത്. എന്നിട്ട് കണ്ടാലറിയാം ആരാ ചവിട്ടിയത്. ഇച്ചായ മുഖത്തൂടെ വെള്ളം കോരി എത്തിക്കായി. ഞങ്ങൾ കണ്ട നമ്മുടെ കണ്ടില്ലേ കണ്ടൽക്കാടിൻ്റെ അടുത്തെത്തി. കണ്ടൽക്കാടിനകത്താ. നല്ല തണുപ്പ്, നല്ല കാറ്റുണ്ട്. ആര്യാ ഒരു 2 വാക്ക് മലയാളത്തിൽ മതി. എനിക്ക് പക്ഷെ ഇങ്ങനെ ഇരിക്കാനും ഇതെല്ലാം നല്ല. ഇച്ചായ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ ഒരു സെക്കൻഡേ. ഇരിക്കാൻ പോവാം. ഗായ്സ്, നമ്മളങ്ങനെ എവിടേക്കോ ചവിട്ടി ഇതാണ്ട് ഭയങ്കര ആഴക്കടലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കടലില്ലല്ലോ, സോറി, കായലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, നല്ല വെയില് തിരിക്കണം. ഇതെന്തിനു കാണിക്കുന്നത്? ബോട്ട് ചവിട്ടി തളർന്ന് കിടക്കണ ഇച്ചായി. അയ്യോ, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നത്, വെള്ളമില്ല. അഭിനയോ? എനിക്ക് വെള്ളം താഴെ. ഇതൊക്കെ പോയി കൊടുക്കുന്നീ. എൻ്റെ ചുണ്ടൊക്കെ അതാ വെള്ളം കിടക്കില്ല. അരി കോരല്ലേ അവിടെ നിന്ന്? അങ്ങോട്ടാ വെള്ളം വന്നു. നിന്റെ ലിവർ ഇരിക്കുന്ന ആ പേടി. പയ്യെ ചവിട്ടാ മതിയടാ, അല്ലെങ്കിൽ ക്ഷീണിക്കും പെട്ടെന്ന്. ഞാൻ ഇത്ര നേരം ക്ഷീണിക്കാതിരുന്നതിൻ്റെ കാരണം അതെവിടെയാന്ന് തോന്നുന്നു സ്ഥലം. അപ്പം നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഡേരിയെ? നമ്മൾ പോയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു. നമ്മുടെ ഇച്ചായനും മായാവിയൊക്കെ ചവിട്ടി തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വന്നു. നാരങ്ങോളം കുടിച്ചതിന് ശേഷം വേണ്ടേ കപ്പലണ്ടി കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പോയി അവിടെ പോയിരിക്കേ. ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ചവിട്ടി കാലിൻ്റെ മുട്ടിന് ബലം കിട്ടുന്നില്ല. അരി അവിടോട്ട് പോണ്ട. ആയിക്കോട്ടെ. അതെ, ടോയ്ലറ്റാ അത്. അല്ല, അതുമല്ല, അവിടെ വേസ്റ്റൊക്കെ കാണും. സൂര്യാസ്തമയം വേണ്ട. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.